ഈ മെയ് ആണെങ്കിൽ പണി ചെയ്യണ പരിപാടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ടൊവിനോ. ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ്, ഒരു മാർഷൽ ആർട്സ് പടം, ഒരു ഏജന്റ് പരിപാടിക്കുള്ള പടം, നമ്മുടെ ഐഡന്റിറ്റിയിലെ പോലെ ഒരു ഏജന്റ് പരിപാടിക്കുള്ള ഒരു പടം, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് പറ്റിയൊരു ഇമേജ് ആണ് നമ്മുടെ ടൊവിനോ തോമസിനുള്ളത്. പള്ളിച്ചട്ടമ്പിലോട്ട് വരുന്ന സമയത്ത് ടൊവിനോ തോമസ് നമ്മുടെ മറവത്തൂർ കനവിലെ മമ്മൂട്ടിയുടെ ഒരു ലുക്കാണ് കീപ്പ് ചെയ്യുന്നതെങ്കിലും മമ്മൂട്ടി ആ ഫിലിമിൽ കാണിച്ച പോലത്തെ ഒരു വില്ലേജ് പരിപാടി ഒന്നും ടൊവിനോക്ക് ഈ ഫിലിമിൽ വർക്ക് ആയിട്ടില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു വൺ ടൈം വാച്ച്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്താ പറയുക, ഭയങ്കര ഒരു ഫ്ലോഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഒരു വീക്ക് സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാടക ലെവൽ ഡയലോഗ്സ്, പിന്നെ എഡിറ്റിംഗും ഭയങ്കര അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ അകത്ത് ടൊവിനോയുടെ ഒരു ഇൻട്രോ ഫൈറ്റ് സീൻ ഉണ്ട് ബാബുരാജായിട്ട്. അതിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർകട്ട് പരിപാടി ചെയ്തിട്ട് 2 ഫൈറ്റ് സീനും കോളാക്കി കഴിഞ്ഞു. 2ന്റെ ഗുണം കിട്ടിയില്ല. ഇതിപ്പോ സ്പോയിലർ ഒന്നും അല്ല, ഓൾറെഡി റിവീൽ ആയിക്കൊണ്ട് ഞാൻ പറയണതാണ്. ഇതിന്റെ അകത്ത് ഏറ്റവും ഓറയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജിന്റെ ഓറ ആരായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ മൂവിയുടെ അകത്ത്. പക്ഷെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്തും ഇതിലൊരു ഇനിഷ്യൽ ഫസ്റ്റ് ലുക്ക് ഉണ്ട്, പുള്ളിയുടെ ഒരു യങ്ങർ വേർഷൻ. ഏകദേശം നമ്മുടെ RRR രാംചരണിനൊക്കെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു യങ്ങർ വേർഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രസന്റിലോട്ട് വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് ലുക്ക് ഉണ്ട്, പക്ഷെ അതാകെ കൊളാക്കി കളഞ്ഞു. ഒരുമാതിരി ക്രിസ്മസ് അപ്പൂപ്പനാക്കി കളഞ്ഞു നമ്മുടെ പൃഥ്വിരാജിനെ. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ആ ഒരു യങ്ങർ ലുക്കിനെ കീപ്പ് ചെയ്തിട്ട് ആ ഒരു ടൊവിനോ വേഴ്സസ് പൃഥ്വിരാജ് എലമെന്റ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ, വിത്ത് ദിസ് പ്രസന്റ് പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് പരിപാടി വെച്ചിട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു മാസ് പടം കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ആ ഒരു ഇഷ്ടപ്പെടാണ്ടിരുന്നത് കയാടു ലോഹാറിന്റെ ഒരു ഡബിങ് ആണ്. ഭയങ്കര ഒരു അലമ്പ് ഡബിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏതെങ്കിലും ആക്ട്രസ് തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് ഫൈറ്റ് സീനിൽ ഒരു ബോൾട്ട് ക്യാമറ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അതിങ്ങനെ ആ ബോൾട്ട് പരിപാടി പോകുമ്പോൾ ഒരു സ്ലോ മോഷനും അതിലൊരു ചെറിയൊരു ഗ്ലിച്ച് എഫക്റ്റും പരിപാടിക്ക് വെച്ചിട്ട് അത് കുറച്ച് നൈസ് ആയിരുന്നു. ഉള്ളതിൽ കുറച്ച് എടുത്തു പറയാൻ പറ്റിയൊരു ഫൈറ്റ് സീൻ അത് തന്നെയായിരുന്നു. ഒരു പക്ഷെ കുറച്ചുകൂടി വിഷൻ ഉള്ള ഒരു ഡയറക്ടർ ആയിരുന്നു ഇത് പിടിച്ചെങ്കിൽ നമുക്കൊരു നല്ലൊരു ലാർജ് സ്കെയിൽ പരിപാടി തന്നെ നമുക്ക് കിട്ടിയേനെ. ഇതിപ്പോ ഒരുമാതിരി KGF ഒരു 144 പീലിട്ട് കാണുന്ന ഒരു സ്കീമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്ര ഒരു സെറ്റ് ആയില്ല പടം. എനിക്ക് സെറ്റ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ പ്രത്യേകിച്ച് ഒരു ഹൈ മൊമെന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബ്ലാൻഡ് ലെവലിൽ ഒരു ഒരൊറ്റ സ്കെയിലിൽ തന്നെയാണ് ആ പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. വാവ് ഫാക്ടർ എന്ന് പറയാൻ പാകത്തിനൊന്നും പടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ബീജിയം ആണെങ്കിലും കുഴപ്പമില്ല, ജെയ്ക്സ് ബിജോയ് ആണ് ബീജിയം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതും അപ് ടു ദ മാർക്കൊന്നും വന്നതായിട്ട് എനിക്കൊരു ഫീല് കിട്ടിയില്ല. സോ ടു വെന്റ് പടം എനിക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ബ്ലാൻഡ് ആയിരുന്നു. സെക്കൻഡ് പാർട്ട് വരുമെന്നൊക്കെ പറയുന്നു, പക്ഷെ വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ത്രെഡോ എലമെന്റോ ഒന്നും ഇതിലില്ല. മുകളിൽ പറഞ്ഞ കംപ്ലീറ്റ് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ പടം കാണണം. പടം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഇടണം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് പള്ളിച്ചട്ടമ്പി ഫോർ യു. ടേക്ക് കെയർ.